കായംകുളം കാദിശ കത്തീഡ്രലിന്റെ സഹസ്രോത്ര ദിശതാബ്ദിയുടെ ഭാഗമായി സൺഡേ സ്കൂൾ സംഗമവും റാലി, ഗുരുവന്ദനം എന്നിവ നടന്നു. കായംകുളം കാദിശ കത്തീഡ്രലിന്റെ സഹസ്രോത്ര ദിശതാബ്ദിയുടെ ഭാഗമായി സൺഡേ സ്കൂൾ സംഗമവും റാലിയും ഗുരുവന്ദനവും നടന്നു. സൺഡേ സ്കൂൾ സംഗമം ഓർത്തഡോക്സ് സഭ ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഇൻവെസ്റ്റിലെ മാതാപിതാക്കൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാറുണ്ട്, അല്ലേ? സഭ പലതിലും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സഭ, ഞാൻ പറയും, സൺഡേ സ്കൂളിലും കുടുംബങ്ങളിലുമാണ്. നാം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാൻ, മുതൽ മുടക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, കരുതുവാൻ മറന്നുപോയ ഈ ചെറിയ തലമുറ, അല്ലേ? നമ്മള് ആഘോഷങ്ങളുണ്ടില്ലേ? നമുക്ക് വലിയ വലിയ പെരുന്നാളുകളുണ്ട്, വലിയ വലിയ ചെണ്ടമേളങ്ങളുണ്ട്, വലിയ വലിയ ആഘോഷങ്ങളുണ്ട്, വലിയ വലിയ നിർമ്മാണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പുതിയ തലമുറയെയും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? പുതിയൊരു കണ്ടുപിടുത്തം നിങ്ങൾ അറിഞ്ഞു കാണും. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. 2030 ആവുമ്പോൾ ഒരു സ്ത്രീയില്ലാതെ ഒരേ സമയം 3000 കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന്റെ പരീക്ഷണങ്ങൾ അന്തിമഘട്ടത്തിലാണ്, ഇല്ലേ? ഒരു സ്ത്രീയില്ലാതെ ഒരേ നിമിഷം 3000 കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കുവാൻ ഇന്നത്തെ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കുകയാണ്. അവിടെ വെല്ലുവിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ ജീവിതങ്ങളെയാണ്. 2025 അവസാനമാകുമ്പോൾ ടെസ്ല എന്ന് പറയുന്ന കമ്പനി വീട്ടുജോലിക്ക് റോബോട്ടുകൾ, നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ യന്ത്രങ്ങളെ മേടിക്കാൻ കഴിയും. വീട്ടിൽ പട്ടികളെ, റോബോട്ടുകളായ നായ്ക്കളെ മേടിക്കുവാൻ ഇന്ന് ലഭ്യമാണ്. സാങ്കേതിക വിദ്യ വളരുകയാണ്. മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറം, മനുഷ്യന്റെ ചിന്താശേഷിക്കപ്പുറം സാങ്കേതിക വിദ്യ വളരുകയാണ്. ചൈനയിൽ ഒരു ആശുപത്രിയുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അവിടെ ഡോക്ടറായിട്ടോ നേഴ്സായിട്ടോ പിയൂണായിട്ട് പോലും ഒരു മനുഷ്യനില്ല. ഡോക്ടർ റോബോട്ടാണ്, നേഴ്സ് റോബോട്ടാണ്, അവിടെ രോഗികളല്ലാത്തവരെല്ലാവരും റോബോട്ടുകളാണ്. വികാരി ഫാദർ കോശി മാത്യു അധ്യക്ഷത വഹിച്ചു. നിത്യതയിലായ മുൻ അധ്യാപകർക്കുള്ള ധന്യസ്മരണ സൺഡേ സ്കൂൾ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ അലൻ എസ് മാത്യു നിർവഹിച്ചു. ഗുരുവന്ദന അവാർഡുകൾ ഭദ്രാസന സെക്രട്ടറി സുനിൽ കെ ജോർജ് നൽകി. മുൻ അധ്യാപകൻ അഡ്വക്കേറ്റ് കെ കെ തോമസ്, സഹവികാരി ഫാദർ ബിനു ഈശോ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ തോമസ് വർഗീസ്, കത്തീഡ്രൽ കൈസ്ഥാനി പി സി റോയ്, സെക്രട്ടറി ബിനു കോശി, സഹസ്രോത്തര ദിശതാബ്ദി കൺവീനർ അഡ്വക്കേറ്റ് പി സി റഞ്ജി, റോബിൻ പി എന്നിവർ സംസാരിച്ചു. പീഡനങ്ങളും യാതനകളും സഹിച്ച് കായംകുളത്തിന്റെ മണ്ണിലെത്തി ഈ പള്ളി, നമ്മൾ ഇന്നിരിക്കുന്ന പള്ളിയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിക്കാൻ 1200 വർഷങ്ങൾക്കപ്പുറം ക്രൈസ്തവ സാക്ഷ്യവുമായി കടന്നു വന്ന ഷാബോർ അഫ്രോദ് പിതാക്കന്മാർ എന്തവരുടെ മനസ്സിൽ കണ്ടോ, എന്തവർ സ്വപ്നം കണ്ടോ, എന്തായിരുന്നു അവരുടെ ചിന്താഗതി, എന്തൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷകൾ, ഇന്നിതാ ഈ നിമിഷത്തിൽ അതെല്ലാം പൂവണിയുകയാണ്. കാരണം മലങ്കര സഭയിലെ ഏറ്റവും ആദിമ പള്ളികളിൽ ഒന്നായി അഭിമാനപൂർവം ഇതാ കാദീശ പള്ളി 1200 വർഷം പൂർത്തീകരിക്കുന്ന സമുജ്വലമായ സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധന്യരാണ്, നമ്മൾ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഈ ഇരിക്കുന്ന ഈ തലമുറ ഭാഗ്യം ലഭിച്ചവരാണ്. അതിലേറ്റവും ഉപരി ഇന്ന്
ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം കായംകുളത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 1200 വർഷത്തിനിപ്പുറവും ഇനി 1000 വർഷവും ഈ പൈതൃകം, ഈ പള്ളിയുടെ പാരമ്പര്യം, കാദീശ പള്ളിയുടെ പാരമ്പര്യം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഈ കുഞ്ഞുങ്ങളും ഈ തലമുറയും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളെ മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കായംകുളം നഗരം ചുറ്റിയുള്ള സഹസ്രോത്തര ദിശതാബ്ദി സൺഡേ സ്കൂൾ റാലിക്ക് ഹെഡ്മാസ്റ്റർമാരായ സണ്ണി കാക്കനാട്, റീനു ഡാനിയേൽ, ബിൻസി ജെയിംസ്, കത്തീഡ്രൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഹസ്രോത്തര കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ, സൺഡേ സ്കൂൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.